പോലീസ് തലപ്പത്ത് അഴിച്ചുപണി 5 പേരെ IG റാങ്കിലേക്ക് ഉയർത്തി. പുട്ട വിമലാദിത്യ, അജിത ബീഗം, ആർ നിശാന്തിനി, എസ് സതീഷ് ബിനോ, രാഹുൽ ആർ നായർ എന്നിവരാണ് IG റാങ്കിലേക്ക് ഉയർത്തപ്പെട്ടത്. ഹരിശങ്കർ കൊച്ചി കമ്മീഷണറായി നിയമിക്കപ്പെട്ടു. കെ കാർത്തിക് തിരുവനന്തപുരം കമ്മീഷണറാകും. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഈ പുതുവർഷ തലേന്നിതാ വലിയ അഴിച്ചുപണിയാണ് പോലീസ് തലപ്പത്ത് നമ്മൾ കാണുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങനെ ഒരു സ്ഥലം മാറ്റം നടക്കാറുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്തും ഇതേ നിയമനങ്ങൾ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മറ്റൊരു മാറ്റവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട മാറ്റമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ തൃശൂർ റേഞ്ച് DAG ആയി പ്രവർത്തിക്കുന്ന ഹരിശങ്കറിനെയാണ് ആക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന തോമസ് ജോൺസിനെ മാറ്റിക്കൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് മുൻപ് എറണാകുളം റൂറൽ SP അടക്കം ഉള്ള പദവികൾ വഹിച്ചിരുന്ന കെ കാർത്തിക്കിനെയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ മറ്റു പല സ്ഥാനങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അതുകൂടാതെ IG, അതായത് പ്രധാനപ്പെട്ട DAG പദവി ഉണ്ടായിരുന്ന 5 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ IG തസ്തികയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ പുട്ട വിമലാദിത്യ, അതായത് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള പുട്ട വിമലാദിത്യ, തിരുവനന്തപുരം റേഞ്ച് DAG ആയിരുന്ന അജിത ബീഗം, ആർ നിശാന്തിനി, എസ് സതീഷ് ബിനു, രാഹുൽ ആർ നായർ എന്നീ 5 ഉദ്യോഗസ്ഥരെയാണ് IG റാങ്കിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ തോമസൻ ജോസ്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന തോമസൻ ജോസിനെ വിജിലൻസ് DAG ആയി നിയമിച്ചു. തൃശൂർ റേഞ്ച് DAG ആയി ഹരിശങ്കറിന് പകരം അരുൾ RB കൃഷ്ണയാണ്. തിരുവനന്തപുരം റേഞ്ച് DAG ആയി അജിത ബീഗത്തിന് പകരം J ഹിമേന്ദ്രനാഥും വരുന്നു. ഒപ്പം തന്നെ ഇന്റലിജൻസ് IG ആയിക്കൊണ്ട് ദക്ഷിണമേഖല IG ആയിരുന്ന S ശ്യാം സുന്ദറിനെ നിയമിച്ചിട്ടുണ്ട്. അജിത ബീഗത്തെ ഇപ്പോൾ പ്രൊമോഷനോടുകൂടി, അതായത് IG തസ്തികയിലേക്ക് മാറ്റിയതോടുകൂടി സാമ്പത്തിക വിഭാഗത്തിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു തസ്തികയിലേക്ക്, IG തസ്തികയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തെ IG തസ്തികയിലേക്കാണ് ആർ നിശാന്തിനെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില, അതായത് AG തസ്തികയിലേക്ക് മറ്റു ചില ഉദ്യോഗസ്ഥർക്കും കൂടി പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. അതായത് മെറിൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ മാറ്റം. മെറിൻ ജോസഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ് AG തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ സ്ഥലം മാറ്റങ്ങൾ ഒരുപക്ഷെ നാളെ ഉണ്ടാകുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് ADGP തസ്തികയിൽ അടക്കമുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് ലോ ആൻഡ് ഓർഡർ തസ്തികയിൽ ഇപ്പോൾ ഇരിക്കുന്നത് H വെങ്കടേഷ് ആണ്. അപ്പോൾ 2 തസ്തികകൾ ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ മാറ്റങ്ങൾ ഒരുപക്ഷെ നാളത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ലഭിക്കുന്ന വിവരം. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.